കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏതെങ്കിലും ആരാധകർ കിരീടത്തിനെക്കുറിച്ചോ ടൈറ്റിലിനെക്കുറിച്ചോ ഒക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളൊന്നും വേണ്ട എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളി അറിയാതെ പറഞ്ഞു പോയതാണെന്ന് അറിയത്തില്ല. ഇന്നലെ മത്സരത്തിന് ശേഷം മിക്സഡ് സോണിലേക്ക് പോകുന്നതിനിടയിൽ വെച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ കിരീടം നേടുന്നതിനെക്കുറിച്ച് പറയുമ്പം പുള്ളി പറഞ്ഞത് ഓ റിയാലിറ്റി ആണ്. എന്തായാലും നമ്മളെ കൊണ്ട് കിരീടമൊന്നും നേടാൻ പറ്റത്തില്ല. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നിലവിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് മാത്രമാണ്. നിലവിലെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനെ കൊണ്ടും ഡേവിഡ് കറ്റാല എന്ന മെഡിക്കൽ കോച്ചിനെ കൊണ്ടും അതേ പറ്റത്തുള്ളൂ എന്നുള്ളതൊരു സത്യമാണ്. റെലഗേഷൻ സോണിൽ പെട്ടുപോയി നമ്മൾ റെലഗേറ്റഡ് ആവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സീസണിനെ കുറിച്ച് പറയാൻ. വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ഇന്നലെയും ബ്ലാസ്റ്റേഴ്സിൽ നിന്നുണ്ടായത്. പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ തന്ത്രങ്ങൾക്ക് മൂർച്ചയില്ല എന്നുള്ളത് സത്യമാണ്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് കഴിഞ്ഞ സീസണിൽ പോലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വിക്കോമാനോവിച്ച് എന്ന പരിശീലകന് ശേഷം വന്നവരെ ആരെയും അങ്ങോട്ട് നല്ല രീതിയിൽ പരിഗണിച്ചിട്ടില്ല. നമ്മുടെ എന്തായാലും ഈ ഒരു ഡേവിഡ് കാറ്റാല മാനേജ്മെൻറ്റിൻ്റെ ഒരു കളിപ്പാവയെ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് പോയേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ടീമിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആ മാറ്റങ്ങളൊന്നും കൃത്യമായിട്ട് വരുന്നില്ല. നിലവിലെ താരങ്ങളുടെ കരുത്തും ശേഷിയും എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത തരത്തിൽ എന്തിനോ വേണ്ടി കുറേ താരങ്ങളെ കളിക്കളത്തിലേക്ക് അഴിച്ചു വിടുന്നു. ചില ആളുകളുടെ ചില ഇൻഡിവിജ്വൽ പെർഫോമൻസിനപ്പുറത്തേക്ക് ഒരു ഓർഗനൈസ്ഡ് ടീം മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ ചെറിയൊരു പ്രീ സീസൺ 10 ദിവസത്തെ പ്രീ സീസണേ കിട്ടിയുള്ളൂ എന്ന് ന്യായീകരണം പറയാമെങ്കിൽ പോലും എന്തോ പറയാനാടേ. ഈവൻ നമ്മുടെ സിഇഒയും കോച്ചും പറഞ്ഞു നമ്മളെ കൊണ്ട് കിരീടം നേടാൻ പറ്റത്തില്ലെന്ന്. ഇനി അതിനകത്ത് കൂടുതൽ നമ്മൾ തള്ളി മറിക്കുന്നതിനകത്തൊന്നുമില്ല. വെറുതെ നമുക്കിരുന്ന ആവേശം മൂത്ത് തള്ളാമെന്നല്ലാതെ ഒരു കാര്യമില്ല.